കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 28, 8 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് സ്ത്രീകൾ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി. അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു. അവരും പ്രമാണികളും കൂടിയാലോചിച്ചതിന് ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവിൻ. ദേശാധിപതി ഇതറിഞ്ഞാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ നോക്കിക്കൊള്ളാം. അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. ഇതിന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈസ്റ്റർ തിരുനാൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഈസ്റ്ററിൻ്റെ ആ ചൂടുപിടിച്ച ദിവസങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വായനകൾ നമുക്ക് തരുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഉദ്ധിതനായ കർത്താവിൻ്റെ സാക്ഷികളായി നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. ഇതാണ് ഈ 2 വായനകളുടെ കാതലായ സന്ദേശം. ആദ്യ വായനയിൽ കണ്ടു, പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് ഇറങ്ങി പ്രസംഗം പറയുന്നു, തീക്ഷ്ണമായി പ്രസംഗിക്കുന്നു, അനേകർ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു, അനേക രോഗികൾ സുഖം പ്രാപിക്കുന്നു. അത്ഭുതകരമായ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ ഉദ്ധിതനായ കർത്താവിനെ ഇവർ അനുഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരുവനിൽ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുവനിൽ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പവഴി, പരിശുദ്ധാത്മാവ് ഒരുവനിൽ പ്രവർത്തിക്കുമ്പോൾ യേശുവിനെ ജീവിക്കുന്നവനായിട്ട് കാണും, മരിച്ചവനായിട്ടല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ മരിച്ച് അടക്കം ചെയ്ത് ഉദ്ധാനം ചെയ്ത് പിന്നെ തീർന്നു, അങ്ങനെയല്ല. യേശുവിനെ ജീവിക്കുന്നവനായി ഒരു ദൈവ പൈതൽ അനുഭവപ്പെടുന്നത് അവനിൽ ആത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ്. യേശുവിൻ്റെ ജീവനാണ് പരിശുദ്ധാത്മാവ്. അപ്പം അതുകൊണ്ടാണല്ലോ ഇന്നും അനേകായിരങ്ങൾ, ലക്ഷക്കണക്കിന് വരുന്ന വൈദികരുണ്ട്, സമർപ്പിതരുണ്ട്, ആത്മായ ജീവിതങ്ങളും കുടുംബങ്ങളൊക്കെ ഈ പറയുന്ന യേശുവിന് വേണ്ടി ജീവിക്കുകയും വിശുദ്ധ ജീവിതം നയിക്കുകയും രക്തം ചിന്തുകയൊക്കെ ചെയ്യുന്നതിന് കാരണം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ മരിച്ച ഒരുവിന് വേണ്ടിയല്ല, പരിശുദ്ധാത്മാവ് ഒരുവിൽ പ്രവർത്തിക്കുമ്പോൾ യേശുവിനെ ജീവിക്കുന്നവനായിട്ട് ഇവർ അനുഭവിക്കുക. അങ്ങനെ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇന്നിൻ്റെ വേദനകളെ നിസ്സാരമായിട്ട് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി കാണാൻ പറ്റുന്നത്. ഇന്നിൻ്റെ സങ്കടങ്ങളെ, പ്രതിസന്ധികളെ, ആകുലതകളെ, അസ്വസ്ഥതകളൊക്കെ വളരെ നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്നത് യേശു ജീവിക്കുന്നവനായി കൺമുമ്പിലുണ്ട്. അവൻ രക്തം ചിന്തുന്നവനായി കൺമുമ്പിലുണ്ട്. അവൻ കുരിശിൽ പിടയുന്നവനായി കൺമുമ്പിലുണ്ട്. അവൻ ഉദ്ധിതനായി എൻ്റെ കൺമുമ്പിലുണ്ട്. ആ ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ അതുകൊണ്ടാണ് പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉദ്ധിതനായ കർത്താവിൻ്റെ സ്നേഹം അങ്ങോട്ട് പ്രഘോഷിക്കാൻ തുടങ്ങിയത്. പിന്നെ പറയുന്ന വാക്കുകൾക്കൊക്കെ മൂർച്ചയുണ്ടായിരുന്നു. മുക്കുവനായിരുന്നെങ്കിലും, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവനായിരുന്നെങ്കിലും, പിന്നീട് പറയുന്ന വാക്കുകൾക്കൊക്കെ മൂർച്ചയുള്ളതായി, അല്ലെ? അപ്പോസ്തല പ്രവർത്തനങ്ങൾ ആദ്യത്തെ 10 അധ്യായങ്ങൾ മുഴുവനും പത്രോസിൻ്റെ കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ പൗലോസ്ലീഹയുടെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതൊക്കെ. അപ്പോൾ അവിടെയെല്ലാം വളരെ മൂർച്ചയേറിയ തൻ്റെ ആത്മീയ ശുശ്രൂഷകൾ പത്രോസ്ലീഹ കൊണ്ടുപോകുന്നതിന് കാരണം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ ഉദ്ധിതനായ കർത്താവിനെ ഇപ്പോൾ കൂടെയുള്ളവനായിട്ട് പത്രോസ് അനുഭവിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഓരോ അധ്യായങ്ങൾ നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ വീട്ടിൽ പോയി സമയം കിട്ടുന്ന പോലെ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. 2-ാം അധ്യായം കഴിഞ്ഞ് 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ജെറുസലേം വീതിയിലിരിക്കുന്ന ആ പടിവാതിക്കലിരിക്കുന്ന ഒരു ജന്മനാ മുടന്തന് സൗഖ്യം കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് യേശുവിനെ പ്രതി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും അടികിട്ടിയതിൻ്റെ സന്തോഷത്തിൽ തുള്ളിച്ചാടുകയും ചെയ്യുക.
5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസ്ലീഹ നടന്നു പോകുന്ന വഴിയോരങ്ങളിൽ സൗഖ്യങ്ങൾ സംഭവിക്കുകയാണ്. അത്യത്ഭുതകരമായ ദൈവപ്രവൃത്തി പത്രോസിലൂടെ വെളിപ്പെട്ടത്. പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഉദ്ധിതനായ കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം യേശുവിനെ ജീവിക്കുന്നവനായി അനുഭവപ്പെടാൻ തുടങ്ങി. ഈ സത്യം അംഗീകരിക്കാൻ മടി കാണിച്ചവരാണ് സുവിശേഷം നമ്മൾ കാണുന്നത്. കർത്താവിനെ കണ്ടുമുട്ടിയവർ, ഉത്ഥാനത്തിന് സാക്ഷികളായവരൊക്കെ അവർ പോയി പറയാൻ തുടങ്ങി, ശിഷ്യന്മാരോട് പറഞ്ഞു. അല്ല, പക്ഷേ ഒരു കൂട്ടം ജനത പ്രധാന പുരോഹിതരെടുത്ത് യേശു ഉത്ഥാനം ചെയ്തു എന്ന് ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഇത് നമ്മൾ ആ സത്യത്തെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അവരെന്ത് ചെയ്ത്, പടയാളികൾക്ക്, കാവൽ നിന്നവർക്ക് കാശ് കൊടുത്തിട്ട് ശിഷ്യന്മാർ വന്ന് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ എടുത്തുകൊണ്ട് പോയെന്ന് പറയാൻ. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഘർഷവും. ചില സമയങ്ങളിൽ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ചില സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമ്മൾ കേൾക്കും. പക്ഷേ ചില ജീവിതത്തിൻ്റെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ജീവിത വിഷയങ്ങൾ വരുമ്പോൾ, നമുക്കൊരു ഭാരം സമ്മാനിക്കുന്ന ജീവിത വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യും. ആ സത്യത്തെ മൂടി വയ്ക്കാനും മറച്ചു പിടിക്കാനും, യേശു യഥാർത്ഥ സത്യമാണെന്നും യേശു ജീവിക്കുന്നവനാണെന്നും യേശു എനിക്ക് വേണ്ടി മരിച്ച് ഉത്ഥാനം ചെയ്തു, ഉദ്ധിതനായി അവൻ ഇന്നും എൻ്റെ കൂടെയുണ്ടെന്നുള്ള ആ യഥാർത്ഥ സത്യത്തെ നമ്മൾ ബോധപൂർവം മറച്ചു പിടിക്കുകയോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കഠിനമാകുമ്പോൾ മറന്നു പോകുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരാത്മീയ പാപ്പരത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് ചിലപ്പോൾ മാറാൻ വഴിയുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഉദ്ധിതനായ കർത്താവിന് നിരന്തരം ജീവിതം കൊണ്ട് പത്രോസ്ലീഹയെ പോലെ തുറന്ന് സാക്ഷ്യം വഹിച്ചതുപോലെ അവസാനം വരെ സാക്ഷ്യം വഹിക്കുവാനുള്ള ഒരു വിളിയും ഒരു തെരഞ്ഞെടുപ്പുമാണ് കർത്താവിൻ്റെ ഉദ്ധാന ജീവിതം, അല്ലെങ്കിൽ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് തരുന്നത്. ഈ സാന്നിധ്യത്തോട് ചേർന്ന് നിരന്തരം ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.